ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 12:32. ഭയപ്പെടരുത്, ഭയപ്പെടേണ്ട എന്ന് പറയുന്ന അടുത്ത കാര്യം നമുക്ക് ചിന്തിക്കാം. ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടരുത്, നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടരുത്. എന്താണ് പേടിക്കേണ്ടതെന്ന് പറയുന്നത്? കാരണം പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു. സ്വർഗരാജ്യം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു. പിതാവ് സ്വർഗരാജ്യം നിങ്ങൾക്ക് സമ്മാനമായി തന്നിരിക്കുന്നു. ഇതെല്ലാം തീരും, ഈ ഭൂമി മാറിപ്പോകും, എല്ലാം തീരും. ഇപ്പോൾ ഈ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ സാധു മനുഷ്യൻ ഒരു ദിവസം, എപ്പോഴോ ഒരു ദിവസം, പ്രിയപ്പെട്ടവരെ, അടുത്തോ അകലെയോ ഒരു ദിവസം ഇതാ ഒന്നും ചലിക്കാനാകാതെ കിടക്കും. നിങ്ങളൊക്കെ എല്ലാവരും ഒന്നു വരും. നിങ്ങൾ ചിലർ വിഷാദത്തോടെ നോക്കി നിന്ന് വരും. അനക്കമറ്റ് കിടക്കും. ഈ നാവ് ഇന്ന് ശബ്ദിക്കുന്നുണ്ട്, അപ്പോൾ നാവ് ശബ്ദിക്കുകയില്ല. ഈ കൈ ഇന്ന് ചലിക്കുന്നുണ്ട്, അന്ന് കൈ ചലിക്കുകയില്ല. ഹൃദയം ഇന്ന് സ്പന്ദിക്കുന്നുണ്ട്, അന്ന് ഹൃദയം നിശബ്ദമാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം അനക്കമറ്റ് കിടക്കും. നിങ്ങളും അതെ, ഒരു ദിവസം തീരും. ഒരു ദിവസം എല്ലാം അപകടങ്ങൾ സംഭവിക്കും. ദൈവത്തിന് സ്തോത്രം. എല്ലാം അപകടങ്ങൾ സംഭവിക്കും. ഒരു ദിവസം എല്ലാം തീരും. ദൈവമക്കളെ, നിങ്ങൾ മനസ്സിലാക്കൂ, നിങ്ങൾ ചിന്തിക്കൂ. ഈ കാണുന്നതെല്ലാം മാറിപ്പോകും. ഇന്ന് കാണുന്നതെല്ലാം വിട്ടുപോകും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടരുത്, പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു. ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടരുത്, പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇതല്ല നമ്മുടെ രാജ്യം. നമ്മുടെ രാജ്യം ഏതാണ്? നമ്മുടെ രാജ്യമുണ്ട്. വായിക്കാം. ഇബ്രാഹിം ലേഖനം 11-ാം അധ്യായം. അബ്രഹാമിനെ കുറിച്ച് പറയുമ്പോൾ, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ ഒരു നഗരത്തിനായി അബ്രഹാം കാത്തിരുന്നു. അബ്രഹാം കൂടാരങ്ങളിൽ വസിച്ചു. അബ്രഹാം തനിയനായിരുന്നു. അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു. പക്ഷേ അബ്രഹാം പിതാവ് കൂടാരങ്ങളെ പണിതുള്ളൂ, സ്ഥിരവാസം അവിടെ അല്ല എന്ന് അബ്രഹാമിന് അറിയാമായിരുന്നു. മെസപ്പൊട്ടോമിയൻ സമതലത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ അബ്രഹാം അറിയാമായിരുന്നു, ഞാനൊരു പരദേശിയാണ് എന്ന്, എൻ്റെ സ്ഥിരവാസം ഇവിടെ അല്ല എന്ന്. അപ്പുറത്തൊരു ലോകമുണ്ടെന്ന് അബ്രഹാമിന് അറിയാമായിരുന്നു. അബ്രഹാം ഒരു രാജ്യത്തിന് വേണ്ടി കാത്തിരുന്നു. വായിക്കാം. ഇബ്രാഹിം ലേഖനം 11-ാം അധ്യായം. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാറേ. വിശ്വാസത്തിൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് വിളിക്കപ്പെട്ടാറേ. അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. എങ്ങോട്ടാ പോകുന്ന ആർക്കറിയാം? ദൈവം വിളിച്ചു, പുറപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ വിളി കേട്ട് ചാടുക. എങ്ങോട്ട്? ഒരു വലിയ കുതിപ്പ്. അയ്യോ, ആരെങ്കിലും പിടിക്കുമോ? നോട്ടമില്ല. എടുത്തിയാട്ടമാണ്. എന്ത് സംഭവിക്കും? ആളുകൾ എന്ത് പറയും? നോട്ടമില്ല. ജനങ്ങളെന്ത് ചിന്തിക്കും? അയ്യോ, എൻ്റെ ഭർത്താവ് എന്ത് പറയും? എൻ്റെ ഭാര്യ എന്ത് പറയും? ചിന്തയില്ല. മർമ്മപ്രധാനമായ കാര്യം നിങ്ങൾ ഓർക്കൂ. നാം കൊതിച്ച് ചാടാൻ തയ്യാറാകണം. ലോകം നോക്കുമ്പോൾ എന്തൊരു വിഡ്ഢിത്തം, ഇതിൻ്റെ ആവശ്യം ഇവനുണ്ടോ എന്ന് തോന്നും. ഇതിൻ്റെ ആവശ്യം അവനുണ്ടോ? ഇവന് ജീവിക്കാൻ മാർഗമുണ്ടല്ലോ, ഇവനെന്തിനാ ഈ സുവിശേഷം പറഞ്ഞ് നടക്കുന്നത്? ഇതിൻ്റെ ആവശ്യമുണ്ടോ? ഇവന് വിദ്യാഭ്യാസമില്ലേ? ഇവൾക്ക് നല്ല ആഠ്യത്വമില്ലേ? നല്ല തറവാടിത്തമില്ലേ? ഇവളുടെ ഭർത്താവ് നല്ല ഉന്നത ഉദ്യോഗസ്ഥനല്ലേ? ഇവൾക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടോ? ചോദിക്കും, ചിന്തിക്കും. ആവശ്യമുണ്ടോ എന്നോ? ഇതെല്ലാം താൽക്കാലികം, എല്ലാം ക്ഷണികം, എല്ലാം വിട്ടുപോകും. എല്ലാം വിട്ടുപോയിട്ട് നാം ഒരു ദിവസം അനന്തതയിലേക്ക് പോകേണ്ടവരാണ്, നിത്യ സൗഭാഗ്യത്തിലേക്ക് പോകേണ്ടവരാണ്. എല്ലാം വിട്ടുപോകും. അബ്രഹാം കൂടാരങ്ങൾ പാർത്തുകൊണ്ട് ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായൊരു നഗരത്തിനായി കാത്തിരുന്നു. അങ്ങനെ ഒരു നഗരമുണ്ട്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഒരു നഗരം, അങ്ങനെ ഒരു സ്വർഗീയ യെരൂശലേം പട്ടണമുണ്ടെന്ന് വിശ്വാസമുണ്ടോ? ഒരു ദിവസം ഞാനത് കാണുമെന്നുള്ള വിശ്വാസമുണ്ടോ? ഞാനിവിടെ ചെല്ലണമെന്നുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്, ശരി. പക്ഷേ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ അങ്ങനെ ഒരു നഗരമുണ്ട് എന്ന്? ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയാറില്ലേ ഒരു ഉദാഹരണം. പൊട്ടയ്ക്കകത്തിരിക്കുന്ന കോഴിക്കുഞ്ഞിനോട് തള്ളക്കോഴി പറയുന്നു, കുഞ്ഞെ, നീ ഒരു ദിവസം പുറത്തു വരും, നീ വരുന്ന ലോകം വിശാലമായ ലോകമായിരിക്കും. കോഴിക്കുഞ്ഞ് സമ്മതിക്കുമോ? എൻ്റെ അമ്മ വെറുതെ എന്തിനാ എന്നെ സാന്ത്വനപ്പെടുത്തുന്നത്, എന്നെ ആശ്വസിപ്പിക്കുന്നത്, എന്നെ ആനന്ദിപ്പിക്കുന്നത്? അങ്ങനെ വല്ലതും നടക്കാൻ പോകുന്നുണ്ടോ?
ഇതല്ലേ ലോകം, ഞാൻ ഇരിക്കുന്നതല്ലേ ലോകം. അല്ല മോളെ, അല്ല മോനെ, അല്ല. അപ്പുറത്തൊരു ലോകമുണ്ട്. ഞാൻ ആ ലോകത്ത് ഇരുന്നുകൊണ്ടാണ് എന്നോട് പറയുന്നത്. ആ ലോകം ഞാൻ കാണുന്നു, നീ കാണുന്നില്ല. നീ ഇപ്പോൾ കുടുസായി മുട്ടയ്ക്കകത്തിരിക്കുന്നു, നീ കാണുന്നില്ല. അമ്മ വെറുതെ പറയുകയാണ്, വെറുതെ എന്നെ വ്യാമോഹിപ്പിക്കുകയാണ്. വെറുതെ എന്നെ മോഹിപ്പിച്ചിട്ടെന്താ കാര്യം? കുഞ്ഞെ കേൾക്ക്, വിശാലമായൊരു ലോകമുണ്ട്, നോക്കിയാൽ നോക്കത്താത്തൊരു ലോകമുണ്ട്. ഞാനും ഈ ലോകം മുഴുവൻ കണ്ടു കഴിഞ്ഞിട്ടില്ല, കാണാൻ സാധിക്കുകയുമില്ല. പക്ഷേ കുഞ്ഞെ, ഈ ലോകത്ത് വരുമ്പോൾ നിനക്ക് ചിറകുണ്ടാകും, നീ കുറച്ച് പറക്കും. നീ ഇപ്പോൾ ഈ കുടിസുമുടിയിൽ കൂനിക്കൂടിയിരിക്കുകയല്ലേ, നീ പറക്കും. കുഞ്ഞു കോഴിക്ക് മനസ്സിലാകുമോ? സത്യം പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മുടെ ആത്മാവിൻ്റെ കാര്യം. ഒരു വിശാലമായ ലോകം, മനോഹരമായൊരു നഗരം. നാടില്ല നമുക്ക് ഈ ഉലകിൽ, വീടില്ല നമുക്ക് ഈ മരുവിൽ. സ്വർലോകത്തിൻ തങ്കത്തെരുവിൽ കാണും ഞാൻ വീടൊന്ന് വിരവിൽ. നാടില്ല നമുക്കീ ഉലകിൽ, വീടില്ല നമുക്കീ മരുവിൽ. നാടില്ല നമുക്കീ ഉലകിൽ, വീടില്ല നമുക്കീ മരുവിൽ. സ്വർലോകത്തിൻ തങ്കത്തെരുവിൽ ഞാൻ കാണും വീടൊന്നു വിരവിൽ. സ്വർലോകത്തിൻ തങ്കത്തെരുവിൽ ഞാൻ കാണും വീടൊന്നു വിരവിൽ. സ്വർലോകത്തിൻ്റെ തങ്കത്തെരുവിൽ ഞാനൊരു വീട് കാണും. എനിക്ക് വേണ്ടി ഒരുക്കുന്നൊരു വീടുണ്ട്, എനിക്ക് വേണ്ടി ഒരുക്കുന്നൊരു ഭവനമുണ്ട്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. സ്വർഗത്തിൽ പൗരത്വം. ഇവിടെ നാം ഈ ഭൂമി ഇന്ത്യൻ പൗരനായിട്ട് ജനിച്ചതുകൊണ്ട് നമ്മുടെ പേര് ഇലക്ഷൻ കമ്മീഷൻ്റെ രജിസ്റ്ററിലുണ്ട്, നമുക്ക് ഇലക്ഷൻ കാർഡ് കിട്ടിയിട്ടുണ്ട്. അല്ല, ആധാർ രജിസ്റ്ററിൽ നമ്മുടെ പലരുടെയും പേരുണ്ട്, ആധാർ കാർഡ് കിട്ടിയിട്ടുണ്ട്. സ്കൂളിൻ്റെ അഡ്മിഷൻ രജിസ്റ്ററിൽ നമ്മുടെ പേരുണ്ട്. നമ്മൾ പലയിടത്തും നമ്മുടെ പേരുണ്ട്. ഇന്ത്യൻ പൗരന് അവകാശപ്പെട്ടതെല്ലാം നമുക്കുണ്ട്. എന്നാൽ സ്വർഗത്തിൽ ജനിക്കുമ്പോൾ അവിടെ നമ്മുടെ പേരെഴുതും. സ്വർഗത്തിൽ ജനിക്കുമ്പോൾ അവിടെ പേരെഴുതും. ഭൂമിയിൽ ജീവിക്കുകയാണ്, ശരീരം ഭൂമിയിലാണ്, പക്ഷേ ആത്മാവ് സ്വർഗത്തിൽ ജനിക്കുന്നു. ആത്മാവ് സ്വർഗത്തിൽ ജനിക്കുമ്പോൾ സ്വർഗത്തിൽ നമുക്കൊരു പേര് കിട്ടും. സ്വർഗത്തിൽ നമ്മുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കും. യാക്കോവിന് പഴയ പേരായിരുന്നു, പക്ഷേ സ്വർഗത്തിൽ ജനിച്ചു. അന്ന് യാക്കോവിൻ്റെ പേര് ഇസ്രായേൽ എന്നായി മാറി. ശൗലിൻ്റെ പഴയ പേരായിരുന്നു, പക്ഷേ സ്വർഗത്തിൽ ജനിച്ചു, അപ്പോൾ പൗലോസ് എന്നായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. പഴയ പേര് മാറുന്നു, നമുക്കൊരു പുതിയ പേര് കിട്ടുന്നു, പുതിയ രജിസ്റ്ററിൽ നമ്മുടെ പേര് വരുന്നു. ഞാൻ വളരെ വിനയപൂർവ്വം ചോദിക്കട്ടെ, നിങ്ങളുടെ പേര് സ്വർഗത്തിലെ രജിസ്റ്ററിൽ എഴുതി കിട്ടിയെന്ന് ഉറപ്പുണ്ടോ? സ്വർഗത്തിലെ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കിട്ടിയതുള്ള ഉറപ്പുണ്ടോ? ഇതൊക്കെ നാം എന്നും കേൾക്കുന്നതല്ലേ? എന്നും കേൾക്കുന്നുണ്ടായിരിക്കണം നിങ്ങളുടെ ഹൃദയം തകരാത്തത്, നിങ്ങളുടെ ഉള്ളു പൊട്ടാത്തത്. സ്വർഗത്തിൽ പേരെഴുതി കിട്ടുക. ദൈവത്തിന് സ്തോത്രം. എനിക്ക് നല്ല ഉറപ്പുണ്ട്, വ്യക്തമായി ഉറപ്പുണ്ട്. 17-ാമത്തെ വയസ്സിൽ എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി ചേർത്തു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി ചേർത്തു. നിങ്ങൾ ഒരു 10 സെൻറ്റ് ഭൂമി നിങ്ങൾ വിൽക്കുന്നു, നിങ്ങൾ ആ ഭൂമി വിൽക്കുന്നു, മറ്റൊരാൾ വാങ്ങുന്നു, അതിൻ്റെ വില നിങ്ങൾക്ക് തരുന്നു. എത്രയാണ്? 10 സെൻറ്റ് ഭൂമിക്ക് 10 ലക്ഷം രൂപ. 10 ലക്ഷം രൂപ കിട്ടി, കൈവശം കിട്ടി. രജിസ്റ്റർ ചെയ്യുന്നു. രജിസ്റ്റർ ഓഫീസിൽ ചെല്ലുന്നു. സബ് രജിസ്റ്റർ ഓഫീസിൽ ചെന്ന് ആധാരം നിങ്ങളുടെ കയ്യൊപ്പിട്ട് നിങ്ങളുടെ വിരൽ തമ്പി പുരുഷൻ നിങ്ങളുടെ വിരലടയാളം വെച്ച് സാക്ഷികളുടെ സാന്നിധ്യത്തിൽ അതിൽ നിങ്ങൾ ഒപ്പിട്ട് നിങ്ങൾ ആ ആൾക്ക് വിൽക്കുന്നു. ഇതൊക്കെ സംഭവിക്കുന്നില്ലേ? എന്നതുപോലെ നമ്മുടെ ഈ ദേഹവും ദേഹിയും ആത്മാവും നമുക്കുള്ളതെല്ലാം നാം എല്ലാം എഴുതി യേശുക്രിസ്തുവിന് തീർ കൊടുക്കുന്നു. യേശുക്രിസ്തു അതിനുവേണ്ടി കൊടുത്ത വില എത്രയാണ്? തീരാത്ത വില, അനർഘമായ വില. യേശുവിൻ്റെ ദിവ്യജീവൻ, നിത്യനായ ദൈവത്തിൻ്റെ ദിവ്യജീവൻ നമുക്ക് വേണ്ടി പകരം കൊടുത്തു. വിലയേറിയ ജീവൻ നമുക്ക് വേണ്ടി പകരം കൊടുത്തു, നമ്മെ വിലയ്ക്ക് വാങ്ങി. ഇനി ഈ ആധാരം നമ്മുടെ സമർപ്പണമാണ്. ആധാരം രജിസ്റ്റർ ചെയ്തു. ആര്? സബ് രജിസ്റ്റർ. ഏതാ സബ് രജിസ്റ്റർ? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിൻ്റെ സീൽ വെച്ചു, പരിശുദ്ധാത്മാവിന് മുദ്രയിട്ടു. നിങ്ങൾ
നിങ്ങൾക്കുള്ളത് വിറ്റ് കഴിഞ്ഞപ്പോൾ വാങ്ങിയ ആൾ തന്ന വില നിങ്ങൾ കൈക്കൊണ്ടു. ആ വില നിങ്ങൾ സ്വീകരിച്ചു. നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളെ തന്നെ യേശുക്രിസ്തുവിന് വിറ്റു. യേശുക്രിസ്തുവിൻ്റെ സീല്, പരിശുദ്ധാത്മാവിൻ്റെ സീല്, ആ സീല്, പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര നമുക്ക് തന്നു. നാം അങ്ങനെ സ്വർഗരാജ്യത്തിൽ പ്രജകളായി. സ്വർഗരാജ്യത്തിൽ പ്രജകളായപ്പോൾ നമ്മുടെ പേര് അവിടെ എഴുതപ്പെട്ടു. സ്തോത്രം. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് മനസ്സിലായി? ക്ഷമിക്കണം, എത്ര പേർക്ക് ഇത് അനുഭവമുണ്ട്? നിങ്ങളുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിൻ രാജ്യത്തിൽ ഞാൻ ജനിച്ചു എന്നുള്ള ഉറപ്പ് കിട്ടണ്ടേ? യേശു ക്രിസ്തുവിൻ രാജ്യത്തിൽ ജനിച്ചെങ്കിൽ തീർച്ചയായിട്ടും ആ രാജ്യത്തുള്ളതാണ് ചിന്തിക്കുന്നത്. അവിടുത്തെ പൗരനാണ് നാം. നിങ്ങൾ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളതിനെ ചിന്തിപ്പീൻ. വായിക്കാം, കൊലോസ് ലേഖനം 3-ാം വാക്യം. യേശു ക്രിസ്തുവിനോട് നാം ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ക്രിസ്തു ക്രൂശിൽ മരിച്ച് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ യേശു ക്രിസ്തുവിനോട് കൂടെ നാം ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. യേശു ക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് ഇനി ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളതിനെ ചിന്തിപ്പീൻ. വായിക്കാം, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. ചെറിയാട്ടും കൂട്ടമേ ഭയപ്പെടരുത്. പിതാവ് നിങ്ങൾക്ക് രാജ്യം നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു. ഉയരത്തിലുള്ള തന്നെ ചിന്തിപ്പീൻ. സ്വർഗരാജ്യം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു. സ്വർഗരാജ്യത്തിൽ നിങ്ങളുടെ അവകാശം ലഭിച്ചിരിക്കുന്നു. എനിക്ക് ബുദ്ധി ഉപദേശിക്കുന്ന യഹോവയെ ഞാൻ വാഴ്ത്തും. എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു. അളവ് നൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. 87-ാം സങ്കീർത്തനം എടുക്കൂ. 87-ാം സങ്കീർത്തനത്തിൽ ഇവനും അവനും അവിടെ ജനിച്ചു എന്ന് എണ്ണുന്ന ഒരു ദിവസമുണ്ട്. ഇവനും അവനും അവിടെ ജനിച്ചു എന്ന് എണ്ണുന്ന ഒരു ദിവസമുണ്ട്. നാം ദൈവരാജ്യത്തിൽ ജനിക്കുന്ന ഒരു ദിവസം, നമ്മുടെ ജീവിതത്തിൽ ദൈവരാജ്യത്തിൽ നാം പിറക്കുന്നൊരു ദിവസം. ചെറിയ ആട്ടിൻകൂട്ടമേ നിങ്ങൾ ഭയപ്പെടരുത്, പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു. വായിക്കാം, 87-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാം വാക്യം വായിക്കാം. ഞാൻ എൻ്റെ പരിചയക്കാരുടെ കൂട്ടത്തിൽ രഹബിനെയും ബാബേലിനെയും ഫെലിസ്ത്യർ, സോർ, കൂശ് എന്നിവരെയും പ്രസ്താവിക്കും. ഇവൻ അവിടെ ജനിച്ചു, ഇവനും അവനും അവിടെ ജനിച്ചുവെന്നും സിയോനെ കുറിച്ച് പറയും. ദൈവത്തിന് സ്തോത്രം. എത്ര മനോഹരമാണ്. ഓരോരുത്തർക്കും അവിടെ ജനിച്ചു എന്ന്, ദൈവരാജ്യത്തിൽ ജനിച്ചു എന്ന് എണ്ണുന്ന ഒരനുഭവം വേണം. നമ്മെ അവിടെ ജനിച്ചു എന്ന് എണ്ണണം. ഇവിടെയുള്ളതായ ദുരിതങ്ങൾ, ഇവിടെയുള്ളതായ ആകുലങ്ങൾ, ഇവിടെയുള്ളതായ രോഗങ്ങൾ, ഇവിടെയുള്ളതായ ഒറ്റപ്പെടുത്തലുകൾ എല്ലാം നിസ്സാരം. കുറച്ച് കാലത്തേക്ക് മാത്രം, വളരെ കുറച്ച് കാലത്തേക്ക് മാത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലായി ഇത് വരില്ല. വളരെ കുറച്ച് കാലത്തേക്ക് മാത്രം. ദൈവത്തിന് സ്തോത്രം. ഒരു ദിവസം ഈ ഭൂമിയിൽ നാം മാറ്റപ്പെട്ടു പോകുമ്പോൾ അപ്പോഴാണ് നാം വിലയറിയുന്നത്. അപ്പോഴാണ് നാം ഭാഗ്യശാലികളാണെന്ന് മനസ്സിലാക്കുന്നത്. അയ്യോ, എനിക്കിവിടെ അവകാശം കിട്ടിയല്ലോ, എൻ്റെ കർത്താവേ, എനിക്ക് ഈ മഹാഭാഗ്യത്തിന് എനിക്ക് യോഗ്യതയില്ലാഞ്ഞിട്ട് നീ എനിക്ക് യോഗ്യത തന്നല്ലോ. പാപത്തിൽ ജീവിച്ച് എൻ്റെ പാപങ്ങളെല്ലാം തിരുരക്തത്താൽ നീ കഴുകി എനിക്ക് അവിടെ സ്വർഗരാജ്യത്തിൽ പേരെഴുതി തന്നല്ലോ. എനിക്ക് സ്വർഗരാജ്യത്തിൻ്റെ ഒരു പൗരത്വം തന്നല്ലോ. സ്വർഗരാജ്യത്തിൻ്റെ പൗരത്വം അനുഭവിക്കാൻ എനിക്ക് നീ ഭാഗ്യം തന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. അത് ഇവിടെ വെച്ച് നാം അനുഭവിക്കണം. ഇവിടെ ഭൂമിയിലിരിക്കുമ്പോൾ തന്നെ സ്വർഗരാജ്യത്തിൽ പേരെഴുതി കിട്ടണം. ഇവിടെ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു കർത്താവ് പറഞ്ഞ അനുഭവം നാം നേടിയെടുക്കണം. ദൈവരാജ്യം എനിക്ക് കിട്ടിയിരിക്കുന്നു. ചെറിയ ആട്ടിൻകൂട്ടമേ നിങ്ങൾ ഭയപ്പെടരുത്, പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു. എപ്പോഴാണ് കർത്താവ് പറയുന്നറിയാമോ? ലൂക്കോസ് 12 എടുക്കൂ. എപ്പോഴാണ് കർത്താവ് പറയുന്നത്? ആ പാരഗ്രാഫ് മുഴുവൻ വായിക്കുമ്പോൾ കാണാം. നിങ്ങൾ ചഞ്ചലപ്പെട്ടു പോകരുത്. തൊട്ട് മുമ്പുള്ള വാക്യതാണ്, നിങ്ങൾ ചഞ്ചലപ്പെട്ടു പോകരുത്. പലരും ചഞ്ചലപ്പെട്ടിരിക്കുന്നു. ഓരോ കാര്യത്തിൽ ആവലാതി, പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയിരിക്കുന്നു. ചിലർ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഇപ്പോൾ ഒരു രോഗമുണ്ടെന്ന് അറിഞ്ഞത്. ഇനി എന്തു വേണ്ടു, വെപ്രാളമായി വിചാരപ്പെടുകയാണ്, ഭാരപ്പെടുകയാണ്. സ്വാഭാവികമാണ്, നമുക്ക് ആർക്കും ഉണ്ടാകും, ഒരങ്കലാപ്പുണ്ടാകും. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു വലിയ മാരകമായ രോഗം പിടിപെട്ടിരിക്കുന്നത് മനസ്സിലാകുന്നത്. അങ്കലാപ്പുണ്ടാകും, നമുക്ക് പ്രയാസമുണ്ടാകും, വേദനയുണ്ടാകും, സങ്കടമുണ്ടാകും. ശരി, ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് കിട്ടിയിരുന്ന ജോലി നഷ്ടപ്പെട്ടു പോകുന്നത്, സങ്കടമുണ്ടാകും, സ്വാഭാവികമാണ്. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് വിവാഹ ജീവിതത്തിൽ പെട്ടെന്നൊരു കല്ലുകടി ഉണ്ടായത്. വിവാഹ ജീവിതം ഒട്ടും പ്രതീക്ഷിച്ചില്ല. വിവാഹം കഴിഞ്ഞു, ഏതാനും ദിവസം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, അയ്യോ, ചെറുക്കൻ അവൻ കല്യാണം കഴിക്കുന്നതിന് മുൻപ് മരുന്ന് കഴിക്കുന്നതിനായിരുന്നു. കുറേ ദിവസത്തേക്ക് മരുന്ന് കഴിച്ചില്ല. അതോടുകൂടി മാനസിക രോഗം ഇളകി. ഇപ്പോൾ അവളെ കഠിനമായി മർദ്ദിക്കുന്നു.
പാവം പെൺകുട്ടി കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ഓടിപ്പോരുന്നു. അപ്പന് വേദന, അമ്മയ്ക്ക് വേദന, ആകെ ദുരിതം. ആദ്യം വിവാഹം കഴിച്ച ആദ്യ കാലത്ത് കുഴപ്പമില്ല. ഇതാ പെട്ടെന്ന് നിസ്സാര ഒരു കാര്യത്തിന് ഭാര്യയും ഭർത്താവും തമ്മിൽ അഭിപ്രായ വ്യത്യാസമായി. പിന്നെ ഒട്ടും വൈകിയില്ല, വിവാഹമോചനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. വിവാഹമോചനം. ദൈവത്തിന് സ്തോത്രം. എന്തെല്ലാം പ്രശ്നങ്ങളാണ്! ഞാനിപ്പോൾ ഇവിടെ പറയുന്ന പ്രശ്നങ്ങൾ മാത്രമല്ല, ചിലത് തുറന്നു പറയാൻ വയ്യാത്ത ചില പ്രശ്നങ്ങളുണ്ട് പല കുടുംബങ്ങളിൽ. തുറന്നു പറയാൻ വയ്യാത്ത പ്രശ്നങ്ങൾ. ചില പുരുഷന്മാർക്ക് ഭാര്യയെ വേണ്ട, പുരുഷന്മാർ ചിലർ മതി. കേട്ടാൽ നിങ്ങൾക്ക് അത്ഭുതം തോന്നും. അങ്ങനെയുണ്ടോ? ഭാര്യയെ വേണ്ട, ഭാര്യയായിട്ട് യാതൊരു അടുപ്പവുമില്ല, ആൺകുട്ടികളെ മതി. വൈകൃതം, രതിവൈകൃതം എന്ന് പറയും. രതിവൈകൃതം, ലൈംഗിക വൈകൃതം. ചില സ്ത്രീകൾക്ക് ഭർത്താവിന് വേണ്ട, ചില സ്ത്രീകളെ മതി. എത്ര വികലമായ ആശയങ്ങൾ, വികലമായ ചിന്താഗതികൾ. ചില കുടുംബങ്ങളിൽ ഐക്യം പോയി എന്ന് മാത്രമല്ല, നിസ്സാര കാര്യത്തിന് എന്നും വാഗ്വാദം, എന്നും തർക്കം. ഒരിക്കലും സ്വൈര്യമായി കിടന്നുറങ്ങുകയില്ല, സ്വൈര്യമായി സന്തോഷമായി കിടന്നുറങ്ങുകയില്ല. എന്നും വഴക്കടിക്കും, എന്നും തർക്കവും വിതർക്കവും. ഇല്ലേ, പല കുടുംബങ്ങളും തകർന്നു കിടക്കുന്നു. എന്നാൽ ദൈവത്തിന് സ്തോത്രം. അവിടെ വായിക്കൂ, നിങ്ങളുടെ ഹൃദയം ചഞ്ചലപ്പെടരുത്. അവൻ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, ആകയാൽ എന്ത് തിന്നും എന്ന് ജീവനായിക്കൊണ്ടും എന്തുടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലോ. കാക്കയെ നോക്കുവീൻ, അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അതിനെ പാണ്ഡികശാലയും കളപ്പുരയുമില്ല, എങ്കിലും ദൈവം അതിനെ പുലർത്തുന്നു. പറവജാതിയേക്കാൾ നിങ്ങൾ എത്ര വിശേഷമുള്ളവർ! പിന്നെ വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തിൽ ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? ആകയാൽ ഏറ്റവും ചെറിയതിനു പോലും നിങ്ങൾ പോരാത്തവരെങ്കിൽ ശേഷമുള്ളതിനെക്കുറിച്ച് വിചാരപ്പെടുന്നതെന്ത്? താമര എങ്ങനെ വളരുന്നുവെന്ന് വിചാരിപ്പീൻ. അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നതുമില്ല. എന്നാൽ ശലോമോൻ പോലും തൻ്റെ സകല മഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിനെ, പുല്ലിനെ ദൈവം ഇങ്ങനെ ഉടുപ്പിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ, നിങ്ങളെ എത്രയധികം! എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ച് ചഞ്ചലപ്പെടരുത്. എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ച് ചഞ്ചലപ്പെടരുത്. ഈ വകയൊക്കെയും ലോകജാതികൾ അന്വേഷിക്കുന്നു. എന്ത് തിന്നുമെന്നും എന്ത് കുടിക്കുമെന്നുള്ള ചാഞ്ചല്യം ലോകജാതികൾക്കുള്ളതാണ്, ദൈവമില്ലാത്തവർക്കുള്ളതാണ്. നിങ്ങളുടെ പിതാവോ ഇവ നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നു. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിന് അറിയാം നിങ്ങൾക്ക് എന്തെല്ലാമാണ് ആവശ്യമുള്ളതെന്ന്. നിങ്ങൾക്ക് എന്താണ് തിന്നേണ്ടത്, നിങ്ങൾക്ക് എന്താണ് കുടിക്കേണ്ടത്, ദൈവത്തിനറിയാം, നിങ്ങളുടെ സ്വർഗീയ പിതാവിനറിയാം. അവൻ്റെ രാജ്യം അന്വേഷിപ്പീൻ. ദൈവത്തിൻ്റെ രാജ്യം നീ അന്വേഷിച്ചാൽ മതി. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവരാജ്യം നീ അന്വേഷിപ്പീൻ. അതോടുകൂടെ നിങ്ങൾക്കിതും കിട്ടും. അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. ദൈവത്തിന് സ്തോത്രം. ദൈവരാജ്യം അന്വേഷിപ്പീൻ. സഹോദരങ്ങളെ, ഞാൻ വളരെ മർമ്മപ്രധാനമായ ഒരു ആശയത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. ദൈവത്തിന് സ്തോത്രം. അനേകർ ഇന്ന് ഭാരപ്പെട്ടിരിക്കുന്നവരാണ്, മനസ്സ് കലങ്ങിയിരിക്കുന്നവരാണ്. അയ്യോ, എൻ്റെ കൊച്ചിൻ്റെ കല്യാണം ആയില്ലല്ലോ, അയ്യോ എൻ്റെ കുഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ട് കൊച്ചിനെ കിട്ടിയില്ലല്ലോ, എൻ്റെ ദൈവമേ, അയ്യോ എൻ്റെ മോന് അസുഖമായി പോയല്ലോ, അയ്യോ പരീക്ഷ പലവട്ടം എഴുതി പരീക്ഷ പാസ്സായില്ലല്ലോ. അനേകം കാര്യങ്ങൾ, ഇങ്ങനെ അനേകം കാര്യങ്ങളുണ്ട്. നിങ്ങൾക്കറിയാമോ, ഞാൻ ധാരാളം ആകുലപ്പെട്ട മനുഷ്യനാണ്. ആകുലം മാത്രമുള്ളൊരു മനുഷ്യനായിരുന്നു. എപ്പോഴും ആവലാതി, എപ്പോഴും ആകുലം, എപ്പോഴും മ്ലാനത, എപ്പോഴും മുഖം അങ്ങ് വാടിയിരിക്കുന്ന അനുഭവം. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ഞാൻ പറയട്ടെ, യേശുക്രിസ്തു അകത്ത് വന്നതോടെ ഞാൻ മ്ലാനതയുടെ കാര്യങ്ങൾ വരുമ്പോഴെല്ലാം ഞാൻ തന്നെ പറയും, നിൻ്റെ ഭാരം യഹോവയുടെ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവനോട് നാളെ സമ്മതിക്കുകയില്ല. പിന്നെയും കുറച്ച് കഴിയുമ്പോൾ പിന്നെയും ആകുലങ്ങൾ വരും. അപ്പോൾ ഞാൻ പറയും, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുകയും. ദൈവത്തിന് സ്തോത്രം. കുറച്ച് കഴിയുമ്പോൾ പിന്നെയും ആകുലം വരും, ഓരോ ആകുലങ്ങൾ, ആവലാധികൾ. അപ്പോൾ മ്ലാനതയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ പറയും, നമ്മുടെ രക്ഷയാകും ദൈവമായി നാളെ തോന്നും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു. ദൈവത്തിന് സ്തോത്രം. ആകുലങ്ങൾ വീണ്ടും വീണ്ടും വരുമ്പോൾ ചഞ്ചലപ്പെടരുത്, സ്വർഗസ്ഥനായ പിതാവ് സകലവും അറിയുന്നു. മനസ്സ് വാടിപ്പോകരുത്, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങളെ ഇന്ന് ചഞ്ചലപ്പെടുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്, നിങ്ങളതെല്ലാം തൽക്കാലം നിങ്ങൾ മനസ്സോടെ മറന്നു കളയൂ, തൽക്കാലം മാറ്റിവെക്കൂ. നമ്മളുടെ വ്യക്തമായിട്ട് പറയുന്നത്, തൽക്കാലം നിങ്ങൾ ഹൃദയത്തിൽ മാറ്റിവെക്കൂ. ആ ചിന്ത വരുമ്പോഴേക്കും, ഇല്ല ഇപ്പം ഞാൻ ചിന്തിക്കാൻ നേരമില്ല, ഇപ്പം ആ കാര്യം ചിന്തിക്കുന്നില്ല. എന്നിട്ട് നിങ്ങൾ പറയണം, കർത്താവേ, എനിക്കൊരു കാര്യം മാത്രം മതി. എൻ്റെ യേശു, എൻ്റെ ജീവൻ്റെ ഉടയവൻ, എൻ്റെ രക്ഷകൻ
എനിക്കുവേണ്ടി ക്രൂശിൽ വെച്ച രക്ഷകൻ ഇപ്പോൾ എൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തണം. അത് മാത്രം മതി. ഞാൻ ജീവനുള്ള ദൈവത്തിൻ്റെ മകനായി, ജീവനുള്ള ദൈവത്തിൻ്റെ മകളായി തീരണം. അത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ ഒരു സഹോദരനായി, സ്വർഗീയ പിതാവിൻ്റെ ഒരു മകനായി, സ്വർഗീയ പിതാവിൻ്റെ മകളായി നീ തീർന്നാൽ മക്കളുടെ കാര്യം അപ്പൻ അന്വേഷിക്കും, മക്കളുടെ വിവാഹകാര്യം അപ്പൻ അന്വേഷിക്കും, മോൻ്റെ കടത്തിൻ്റെ കാര്യം ദൈവം അപ്പൻ അന്വേഷിക്കും, മോൻ്റെ പഠിത്തത്തിൻ്റെ കാര്യം ദൈവം അന്വേഷിക്കും. മോനെ, നിൻ്റെ ജീവിതത്തിൽ നീ ഇന്ന് ബിസിനസ്സിൽ നേരിടുന്ന പ്രശ്നങ്ങളുടെ കാര്യം ദൈവം അന്വേഷിക്കും. മകളെ, നിൻ്റെ ജീവിതത്തിൽ കുടുംബത്തിൽ നേരിടുന്ന പ്രയാസത്തിൻ്റെ കാര്യം ദൈവം അന്വേഷിക്കും. സ്വർഗത്തിലെ അപ്പൻ അന്വേഷിപ്പാൻ ശക്തനാണ്. അപ്പൻ സർവ്വവല്ലഭനാണ്. അപ്പൻ സർവ്വശക്തനാണ്. അപ്പൻ അസാധ്യമായിട്ട് ഒന്നുമില്ല. ഈ ഭൂമിയിൽ നീ ആരെയെല്ലാം ആശ്രയിച്ചാലും അവർക്കുള്ള കഴിവിന് പരിമിതിയുണ്ട്, അവർക്കുള്ള സാമർഥ്യത്തിനും പരിമിതിയുണ്ട്, അവരുടെ ജ്ഞാനത്തിനും പരിമിതിയുണ്ട്, അതിന് അളവുണ്ട്, അതിന് അതിരുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അതിരില്ലാത്ത കഴിവുള്ളവൻ നിങ്ങൾ അപ്പനായി വരുമ്പോൾ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, അതിരില്ലാത്ത കഴിവുള്ളവൻ, അതിർത്തിയില്ലാത്ത കഴിവുള്ളവൻ, സർവ്വലോകത്തിൻ്റെ ഉടയവൻ, അഖിലാണ്ടങ്ങളുടെ ഉടയവൻ, സർവ്വപ്രപഞ്ചത്തിൻ്റെയും അധിപതി, സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും മെനഞ്ഞവൻ, ആകാശഗോളങ്ങളെ മെനഞ്ഞവൻ, ഗോളങ്ങളെയും ഗോളാന്തരങ്ങളെയും കാണുന്നവൻ, ദൈവത്തിന് സ്തോത്രം, സഹസൃഷ്ടിയുടെയും ഉടയവൻ, അവനാണ് എൻ്റെ അപ്പൻ. ഞാൻ അവൻ്റെ മകനാണ്, ഞാൻ അവൻ്റെ മകളാണ്. എൻ്റെ കാര്യം എന്നേക്കാൾ കൂടുതൽ എൻ്റെ അപ്പനറിയാം. എൻ്റെ കാര്യം നടക്കണമെന്ന് എന്നേക്കാൾ കൂടുതൽ എൻ്റെ അപ്പനാണ് അറിയാവുന്നത്. അപ്പൻ്റെ കയ്യിലേക്ക് ഞാനിതാ കൊടുത്തിരിക്കുന്നു. സ്വർഗത്തിലെ അപ്പ, ഞാൻ നിൻ്റെ മകനല്ലേ, ഞാൻ നിൻ്റെ മകളല്ലേ, അപ്പോൾ ഈ കാര്യം നിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നു. ഇനി ഞാൻ എൻ്റെ കൈ കൊണ്ട് ഞാൻ തൊടുകയില്ല, ഈ വിഷയത്തിൽ ഞാൻ തൊടുന്നില്ല. അത് നിന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഇനി ഞാനത് അന്വേഷിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. കാണാം, സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത്, നിങ്ങളുടെ മക്കളുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത്, മക്കളുടെ സ്വഭാവം ഏറ്റെടുക്കുന്നത്, മക്കളുടെ ഭാവി ഏറ്റെടുക്കുന്നത്, മക്കളുടെ വിവാഹം ഏറ്റെടുക്കുന്നത്, നിങ്ങളുടെ കുടുംബത്തിലെ ക്ലേശങ്ങൾ മാറ്റുന്നത്, നിങ്ങളുടെ കടത്തിൻ്റെ ഭാരങ്ങൾ മാറ്റുന്നത്, മോനെ ഇന്ന് നീ അനുഭവിക്കുന്ന യാതനകളും വേദനകളും മാറ്റിയെടുക്കുന്നത്, നിൻ്റെ ഭാരങ്ങൾ മാറ്റുന്ന എല്ലാം ഏറ്റെടുക്കുന്ന സ്വർഗീയനാഥൻ്റെ മകനായി മകളായി തീരുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അപ്പോഴാണ് വാസ്തവത്തിൽ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കാൻ നമുക്ക് അർഹതയുള്ളൂ. സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ എന്നാണ് വിളിക്കുന്നത്. എന്തോ ഒരു സ്നേഹത്തിൻ്റെ വിളിയാണത്. സ്വർഗത്തിലെ അപ്പ എന്നാണ് വിളിക്കുന്നത്. സ്വർഗത്തിലെ അപ്പ എന്ന് വിളിക്കുന്നു. മകനായി മകളായി ഇന്ന് ഈ പകൽക്കാലം നിങ്ങൾ ഒരു കാര്യം മാത്രം ചിന്തിക്കൂ. യേശുവിൻ്റെ മകനായി തീരണം, യേശുവിൻ്റെ മകളായി തീരണം, സ്വർഗീയ പിതാവിൻ്റെ മകനും മകളുമായി തീരണം. ചെറിയ ആട്ടിൻകൂട്ടമേ, ഭയപ്പെടരുത്, നിങ്ങൾ പേടിക്കേണ്ട. പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു. രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു. സ്വർഗരാജ്യം നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. സ്വർഗരാജ്യം ഈ താൽക്കാലികമായി ലോകത്തിനപ്പുറത്ത് സ്വർഗരാജ്യത്തിന് ഉടമാവകാശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. മഹാഭാഗ്യം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ നിങ്ങളെ സന്ദർശിക്കുന്നു. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തെ ഒന്ന് താഴ്ത്താം. യേശുവേ, ഞാൻ ഭാരപ്പെട്ടൊരു മനുഷ്യനാണ്, പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങിയിരിക്കുന്ന ഒരു മനുഷ്യനാണ്. എൻ്റെ കർത്താവേ, ആകുലങ്ങൾ കൊണ്ട് തല താണുപോയൊരു മനുഷ്യനാണ്. ദുഃഖഭാരം കൊണ്ട് ചുമടെടുത്ത് ഞാൻ വലഞ്ഞൊരു മനുഷ്യനാണ്. ഒട്ടേറെ ചുമട് ചുമന്ന് വലഞ്ഞൊരു മനുഷ്യനാണ്. ദുഃഖഭാരം പേറി നടന്ന ഒരു മനുഷ്യനാണ്. എൻ്റെ ദൈവമേ, ദുഃഖം മാത്രം ചുമടായി ചുമന്ന്, യാതന മാത്രം ചുമടായി ചുമന്ന്, ദുരിതവും രോഗവും കഷ്ടപ്പാടും വേദനയുമായി ചുമട് ചുമന്ന് വലഞ്ഞൊരു സ്ത്രീയാണ് ഞാൻ. യേശുവേ, ഞാൻ നിൻ്റെ മകനാണ്, ഞാൻ നിൻ്റെ മകളാണ്. നീ തിരക്തം കൊടുത്ത് എന്നെ വിലക്കി വാങ്ങി. ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ യേശുവേ, എൻ്റെ കഴിഞ്ഞ ജീവിതം മുഴുവൻ നീ മാറ്റിയിരിക്കുന്നു. ഞാൻ നിൻ്റെ വകയായി തീർന്നിരിക്കുന്നു. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശുവേ, നിൻ്റെ ആണിപ്പാടുള്ള കരം എൻ്റെ തലമേൽ വെക്കണമേ. യേശുവേ, നിൻ്റെ തിരക്തം പുരണ്ട കരം എൻ്റെ തലമേൽ വെക്കണമേ. എന്നെ നിൻ്റെ മാറോട് ചേർത്തണയ്ക്കണമേ. നാഥാ, എന്നെ നിൻ്റെ തിരുവിലാവിനോട് ചേർത്തണച്ച് പിടിക്കണമേ. യേശുവേ, യോഹന്നാൻ ശ്ലീഹ ചാരിയ തിരുമാറിൽ, ദൈവമേ, അവിടെ ചാരാൻ എനിക്ക് കൃപ തരണമേ. കർത്താവേ, നിൻ്റെ തിരുമാറിൽ ചാരി ഇരുന്നു കൊണ്ട് ഞാനൊന്ന് വിശ്രമിക്കട്ടെ, ഞാനെൻ്റെ ഹൃദയവും തണുപ്പിക്കട്ടെ, എൻ്റെ മനസ്സിൻ്റെ ചൂടൊന്ന് മാറ്റട്ടെ. യേശുവേ, അവിടെ സ്നേഹമുണ്ട്, അവിടെ വാത്സല്യമുണ്ട്, അവിടെ കരുണയുണ്ട്, അവിടെ പ്രശ്ന പരിഹാരമുണ്ട്, അവിടെ വാസ്തവമായ സമാധാനമുണ്ട്, അവിടെ ശാന്തിയുണ്ട്, അവിടെ സ്വർഗീയ സന്തോഷമുണ്ട്. നാഥാ, എന്നെ നിൻ്റെ കരങ്ങളിലേക്ക് തരികയാണ്, സമർപ്പിക്കുമോ നിങ്ങൾ? ഈ സമയം കളയാതെ, ഈ സമയം നഷ്ടപ്പെടുത്താതെ, പരിശുദ്ധാത്മാവ് തേജസ്സോടെ ഇറങ്ങി വരുന്ന ഈ സമയം നഷ്ടപ്പെടുത്താതെ നിങ്ങൾ യേശുവിൻ്റെ കരങ്ങളിൽ നിങ്ങളെ കൊടുക്കുമോ? എങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. ഹല്ലേലൂയ. കരുണയുള്ള കർത്താവേ, നിൻ്റെ ഈ പ്രിയമക്കളുടെ കാര്യത്തിൽ അവിടുന്ന് കയറി പിടിക്കണമേ കർത്താവേ. ഈ മക്കളുടെ ഭാരങ്ങൾ ഏറ്റെടുക്കണമേ കർത്താവേ. സ്വർഗീയ രാജ്യത്തിൻ്റെ അവകാശം ഈ മക്കൾക്ക് അവിടെ നൽകുന്നതിനായി സ്തോത്രം. പേര് സ്വർഗത്തിൽ എഴുതുന്നതിനായി സ്തോത്രം. ജീവൻ്റെ പുസ്തകം തുറന്നിരിക്കുന്നതിനായി സ്തോത്രം. ജീവൻ്റെ പുസ്തകത്തിൽ അനേകരുടെ പേര് എഴുതി ചേർക്കുന്നതിനായി സ്തോത്രം. എല്ലാവരെയും തിരക്തത്തിൽ കഴുകുന്ന
ഒരുക്കുന്നതിനായി സ്തോത്രം. സ്വർഗ്ഗരാജ്യത്തിന് വേണ്ടി എല്ലാവരെയും ഒരുക്കുന്നതിനായി സ്തോത്രം. അവിടുത്തെ രണ്ടാമത്തെ വരയിൽ പറന്നു വരുന്ന വിശുദ്ധന്മാരുടെ നിരയിൽ നിൽപ്പാൻ ഈ മക്കളെ യോഗ്യരാക്കി തീർക്കുന്നതിനായി സ്തോത്രം. എല്ലാവരെയും തലോടണമേ, തഴുകണമേ, അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ. ജീവിത പ്രതിസന്ധികളുടെ നീർച്ചുഴിയിൽപ്പെട്ട് നട്ടം തിരിയുന്നവനാണോ നീ? പാപഭാരത്താൽ നിന്റെ മനസ്സ് തളർന്നിരിക്കുകയാണോ? വരൂ, യേശുക്രിസ്തുവിൻ്റെ തിരുവചനത്തിലേക്ക്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ മാത്രം പ്രസംഗിക്കുന്ന ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിൻ്റെ രാജ്യാന്തര സുവിശേഷ മഹായോഗം ഡിസംബർ 27 മുതൽ 31 വരെ കോലഞ്ചേരി ഞാറ്റുംകാലായിൽ ഹിൽ ടോപ്പിൽ വച്ച് നടത്തപ്പെടുമ്പോൾ പ്രത്യാശ നൽകുന്ന ക്രിസ്തുവിൻ്റെ അദൃശ്യകരങ്ങൾ നിന്നെ സ്പർശിക്കട്ടെ. വീണുപോയാൽ നിങ്ങൾ എഴുന്നേൽപ്പിക്കുന്ന കരം. വീണുപോയോ? പേടിക്കണ്ട, അടുത്ത് താങ്ങാൻ യേശുവുണ്ട്. ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിലെ കർത്തൃ ശുശ്രൂഷകർ വിവിധ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു. ഇപ്പോൾ ദൈവസന്നിധിയിൽ വിശ്രമിക്കുന്ന യശശരീരനായ പ്രൊഫസർ MY യോഹന്നാൻ സാർ ചെയ്ത അനശ്വരമായ വചന ശുശ്രൂഷകളും നിങ്ങൾക്ക് ശ്രവിക്കാം. സഭയുടെയും സമുദായത്തിൻ്റെയും അതിർവരമ്പുകൾക്കതീതമായി നിങ്ങളെ സ്നേഹിക്കുന്ന യേശുവിൻ്റെ വചനത്തിലേക്ക്, ഈ വചനവേദിയിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു.